ഹലോ, നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്സിക്സ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലെ മെട്രോളജി ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ്റെ മൊഡ്യൂൾ 6 ടോർക്ക് മെഷർമെൻറ്റ്. മേജർ കണ്ടൻസ്: ഡൈനാമോമീറ്റർ, മെക്കാനിക്കൽ ഡൈനാമോമീറ്റർ, ഹൈഡ്രോളിക് ഡൈനാമോമീറ്റർ ആൻഡ് ഇലക്ട്രിക്കൽ ഡൈനാമോമീറ്റേഴ്സ്. ഡൈനാമോമീറ്റർ എന്ന് വെച്ചാൽ നമ്മൾ ഫ്രിക്ഷണൽ റെസിസ്റ്റൻസിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു എക്യുപ്മെൻ്റ് ആണ്. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് നമുക്ക് പവറിനെയും ടോർക്കിനെയും മെഷർ ചെയ്യാനായിട്ടാണ് മേജറായിട്ട് ഡൈനാമോമീറ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതെന്ന് വെച്ചാൽ നമ്മുടെ ഫോഴ്സിനെ, അതായത് റൊട്ടേറ്റിംഗ് ബോഡിയുടെ ഫോഴ്സിനെ സഡനായിട്ടൊരു ബ്രേക്ക് അപ്ലൈ ചെയ്ത് ആ ഒരു പവറിനെ നമ്മൾ മെഷർ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഡൈനാമോമീറ്റേഴ്സിൽ നമ്മൾ എംപ്ലോയ് ചെയ്യുന്നത്. ടൈപ്സ് ഓഫ് ഡൈനാമോമീറ്റേഴ്സ് മെയിനായിട്ട് 3 തരമുണ്ട്: അബ്സോർപ്ഷൻ ഡൈനാമോമീറ്റർ, ട്രാൻസ്മിഷൻ ഡൈനാമോമീറ്റർ ആൻഡ് ഡ്രൈവിംഗ് ഡൈനാമോമീറ്റർ. അബ്സോർപ്ഷൻ ഡൈനാമോമീറ്ററിൽ നമ്മൾ പവറും ടോർക്കും മെഷർ ചെയ്യുന്നു. ഇത് നമ്മുടെ എൻജിൻസിന്, ഇലക്ട്രിക് മോട്ടോഴ്സിനൊക്കെയാണ് മെയിനായിട്ട് അബ്സോർപ്ഷൻ ഡൈനാമോമീറ്റർ യൂസ് ചെയ്യുന്നത്. ട്രാൻസ്മിഷൻ ഡൈനാമോമീറ്റർ ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് നമുക്ക് ടോർക്ക് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ പവർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ട്രാൻസ്മിഷൻ ഡൈനാമോമീറ്റർ യൂസ് ചെയ്യുക. ഇവിടെ നമ്മൾ ഇത് ഒരു പർട്ടിക്കുലർ മെഷീൻ്റെ ഒരു പർട്ടിക്കുലർ പ്ലേസിൽ ഇത് പ്ലേസ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ അതിനകത്തു നിന്നാണ് നമ്മുടെ ടോർക്കിനെ സെൻസ് ചെയ്തിട്ടാണ് മെഷർ ചെയ്യുന്നത്. അതൊക്കെ നമുക്ക് എക്സ്ട്രാ ആയിട്ടൊരു എനർജി സപ്ലൈ ചെയ്യുകയോ റിസീവ് ചെയ്യുന്നതോ ആവശ്യമില്ല. തേർഡ് വൺ ഈസ് ഡ്രൈവിംഗ് ഡൈനാമോമീറ്റർ. പവറും ടോർക്കും മെഷർ ചെയ്യാൻ വേണ്ടി തന്നെയാണ് നമ്മൾ ഡ്രൈവിംഗ് ഡൈനാമോമീറ്റർ യൂസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ കംപ്രസർ, പമ്പ് മുതലായ എക്യുപ്മെൻറ്റ്സ് ആണ് നമ്മൾ ഡ്രൈവിംഗ് ഡൈനാമോമീറ്റേഴ്സ് യൂസ് ചെയ്ത് മെഷർ ചെയ്യുന്നത്. അബ്സോർപ്ഷൻ ഡൈനാമോമീറ്റർ നമുക്ക് മെയിനായിട്ട് 3 ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് പ്രോണി ബ്രേക്ക് ഡൈനാമോമീറ്റർ, രണ്ടാമത്തത് റോപ്പ് ബ്രേക്ക് ഡൈനാമോമീറ്റർ, മൂന്നാമത്തത് ഹൈഡ്രോളിക് ഡൈനാമോമീറ്റർ. ഫസ്റ്റ് വൺ, പ്രോണി ബ്രേക്ക് ഡൈനാമോമീറ്റർ. പ്രോണി ബ്രേക്ക് ഡൈനാമോമീറ്ററിൽ നമുക്ക് കാണുന്ന പോലെ തന്നെ നമുക്കൊരു ലോഡ് ആം ഉണ്ട്, ഒരു ബ്രേക്ക് ഷൂ ഉണ്ട്, ഒരു ഫ്ലൈ വീലുണ്ട്, അതുപോലെ തന്നെ നമുക്കൊരു വെയിറ്റ് ഹാങ്ങറും വെയിറ്റും ഉണ്ട്. നിങ്ങൾക്ക് കൺസ്ട്രക്ഷനിൽ കാണാൻ പറ്റും. അപ്പോൾ ഒരു ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ, നമുക്ക് നമ്മുടെ ഒരു ഭാഗത്ത് ലോഡ് ആം കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ സ്പ്രിങ്. ഈ സ്പ്രിങ്ങിൻ്റെ നമുക്ക് ലോഡ് കൊടുക്കുന്നതനുസരിച്ചാണ് ഇതിൻ്റെ ബ്രേക്കിംഗ് സിസ്റ്റത്തിനകത്തേക്ക് ജാം ആവുന്നത്. ഫ്ലൈ വീലും ബ്രേക്ക് ഷൂ ആണ് കമ്പൈൻഡ് ആയിട്ട് വെച്ചേക്കുന്നത്. അതായത് ഫ്ലൈ വീലിലെ റൊട്ടേഷൻ നമ്മൾ ബ്രേക്ക് ഷൂ യൂസ് ചെയ്ത് ബ്രേക്ക് ചെയ്യുന്നതാണ് ഇതിൻ്റെ ഫംഗ്ഷൻ. ആ ഒരു ബ്രേക്കിങ്ങിന് വേണ്ടി നമ്മൾ വെയിറ്റും അതോടൊപ്പം തന്നെ ലോഡ് ആമും അതോടൊപ്പം തന്നെ സ്പ്രിങ്ങും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എൻറ്റയർലി നമ്മുടെ പ്രോണി ബ്രേക്ക് ഡൈനാമോമീറ്റർ ഫംഗ്ഷൻ ചെയ്തത്. ഇതിൻ്റെ പവർ അല്ലെങ്കിൽ ടോർക്ക് നമ്മൾ ഡയറക്റ്റ്ലി മെഷർ ചെയ്യുന്നു. അതിൻ്റെ കൺസ്ട്രക്ഷൻ വർക്കിംഗ് നമ്മൾ തിയറട്ടിക്കലി പറയുമ്പോൾ ഇങ്ങനെയാണ് പറയുക. ഇതൊരു സിംപ്ലസ്റ്റ് ഫോം ഓഫ് അബ്സോർപ്ഷൻ ടൈപ്പ് ഡൈനാമോമീറ്റർ ആണ്. It consists of 2 wooden blocks around a pulley fixed to the shaft of an engine whose power is required to be measured. The blocks are clamped by means of 2 bolts and nut. A helical spring is provided between the nut and the upper block to adjust the pressure on the pulley to control its speed. The upper block has a long lever attached to it and carries a weight at its outer end. A counterweight is placed at the outer end of the lever, which balances the brake when unloaded. 2 stops S1 and S2 are provided to limit the motion of the lever. ഡൈനാമോമീറ്റർ എന്ന് വെച്ചാൽ നമ്മൾ ഫ്രിക്ഷണൽ റെസിസ്റ്റൻസിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു എക്യുപ്മെൻ്റ് ആണ്. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് നമുക്ക് പവറിനെയും ടോർക്കിനെയും മെഷർ ചെയ്യാനായിട്ടാണ് മേജറായിട്ട് ഡൈനാമോമീറ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതെന്ന് വെച്ചാൽ നമ്മുടെ ഫോഴ്സിനെ, അതായത് റൊട്ടേറ്റിംഗ് ബോഡിയുടെ ഫോഴ്സിനെ സഡനായിട്ടൊരു ബ്രേക്ക് അപ്ലൈ ചെയ്ത് നമ്മൾ ഡയറക്റ്റ്ലി ഇതെങ്ങനെയാണ് എഴുതുന്നതെന്ന് വെച്ചാൽ P = 2π/nt/60 എന്നൊരു ഇക്വേഷനാണ് നമ്മൾ കോമൺ ആയിട്ട് ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നത്. അതിനകത്ത് P = 2π/nt/60 അല്ലെങ്കിൽ 2π/N/WR/60.
ഇങ്ങനെയാണ് നമ്മൾ നെക്സ്റ്റ് ടൈപ്പാണ് റോപ്പ് ബ്രേക്ക് ഡൈനാമോമീറ്റർ. റോപ്പ് ബ്രേക്ക് ഡൈനാമോമീറ്ററിൽ നമുക്കുള്ളത് ഒരു സ്പ്രിംഗ് ബാലൻസ് ഉണ്ട്, ഒരു ബ്രേക്ക് ഡ്രം ഉണ്ട്, ഒരു റോപ്പ് ഉണ്ട്, അതുപോലെ തന്നെ വെയിറ്റ് ഉണ്ട്. ഇതും ഒരു നമുക്കൊരു ബ്രേക്ക് അപ്ലൈ ചെയ്തിട്ട് അതിനനുസരിച്ച് അതിൻ്റെ പവർ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് റോപ്പ് ബ്രേക്കിലും അപ്ലൈ ചെയ്യുന്നത്. ഇപ്പം നമുക്ക് ബ്രേക്ക് ഡ്രമ്മിനകത്ത്, അതായത് നമ്മൾ റോപ്പ് ചുറ്റുക, അപ്പോൾ എത്രത്തോളം ബ്രേക്ക് ഡ്രമ്മിൽ റോപ്പ് ചുറ്റുന്നു ആ ടേൺസിൻ്റെ നമ്പർ നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. അതനുസരിച്ച് നമുക്ക് എത്ര പെട്ടെന്നാണ് ആ ബ്രേക്ക് വീഴുന്നത് അതനുസരിച്ചാണ് അതിൻ്റെ നമ്മൾ വെയിറ്റ് ബാലൻസ് ചെയ്യുന്നത്. അപ്പോൾ ഈ റോപ്പ് ബ്രേക്ക് ഡൈനാമോമീറ്ററിൻ്റെ കൺസ്ട്രക്ഷൻ പറയുവാണെങ്കിൽ, ഇറ്റ് ഈസ് അനദർ ഫോം ഓഫ് അബ്സോർപ്ഷൻ ടൈപ്പ് ഡൈനാമോമീറ്റർ വിച്ച് ഈസ് മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഫോർ മെഷറിംഗ് ദ ബ്രേക്ക് പവർ ഓഫ് ദ എഞ്ചിൻ. It consists of 1, 2 or more ropes wound around the flywheel or rim of a pulley fixed rigidly to the shaft of an engine. The upper end of the rope is attached to a spring balance, while the lower end of the rope is kept in position by applying a dead weight. In the operation of brake, the engine is made to run at a constant speed. The frictional torque due to the rope must be equal to the torque being transmitted by the engine. ഇതിനകത്ത് നമ്മൾ ഇക്വേഷനായിട്ട് പറയുവാണെങ്കിൽ P is equal to 2π/nt/60 അല്ലെങ്കിൽ 2π/N/60. R stands for effective radius of the brake drum, capital D1 plus small d1 divided by 2. W is the net brake load, W1 minus W2. D1 is the diameter of the brake drum and D1 is the diameter of the rope or thickness of band in meter. W1 is the weight applied in kilonewton. W2 is the spring balance reading in kilonewton. N is the speed of the engine in RPM. T is equal to F into L. ഇതാണ് നമ്മുടെ റോപ്പ് ബ്രേക്ക് ഡൈനാമോമീറ്ററിൻ്റെ ബേസിക് ഇക്വേഷൻ ആൻഡ് ഫങ്ഷൻ. നിങ്ങൾ കാണുന്നതാണ് ഒരു റോപ്പ് ബ്രേക്ക് ഡൈനാമോമീറ്റർ. നിങ്ങൾക്ക് കാണാം ഒരു സ്പ്രിംഗ് ബാലൻസ് ഉണ്ട്, വെയിറ്റ് ഉണ്ട്, ഒരു റോപ്പ് ഉണ്ട്, ഒരു ഫ്ലൈ വീലുണ്ട്. നമ്മുടെ ഫ്ലൈ വീലിനെ നമ്മൾ റോപ്പ് കൊണ്ട് ചുറ്റി ചുറ്റി ടേൺസിന് നമ്മൾ മെഷർ ചെയ്യുന്നു. അതനുസരിച്ച് തന്നെ അതിൻ്റെ ലോഡ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഇതാണ് അതിൻ്റെ ബ്രേക്കിംഗ് സിസ്റ്റം. നമ്മൾ ഡയറക്റ്റ്ലി ഇതെങ്ങനെയാണ് എഴുതുന്നതെന്ന് വെച്ചാൽ P is equal to 2π/nt/60 എന്നൊരു ഇക്വേഷനാണ് നമ്മൾ കോമൺ ആയിട്ട് ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നത്. അതിനകത്ത് P is equal to 2π/nt/60 അല്ലെങ്കിൽ 2π/N/60. ഇങ്ങനെയാണ് നമ്മൾ ഇതാണ് ഹൈഡ്രോളിക് ഡൈനാമോമീറ്റർ. വർക്കിംഗ് ഓഫ് ആൻ ഹൈഡ്രോളിക് ഡൈനാമോമീറ്റർ. നമുക്കിനകത്ത് ഒരു RPM മെഷർ ചെയ്യുന്ന ഒരു എക്യുപ്മെൻ്റ് ഉണ്ട്, ഒരു റോട്ടർ ഉണ്ട്, എൻജിൻ ക്രാങ്ക് ഉണ്ട്, നമുക്ക് സ്റ്റേറ്റർ ഉണ്ട്, ടോർക്ക് മീറ്റർ ഉണ്ട്, അതുപോലെ തന്നെ സ്റ്റേറ്ററി ഹൗസിംഗ് ഉണ്ട്. അതുപോലെ തന്നെ ഇൻസൈഡിൽ വാട്ടർ സർക്കുലേഷനുള്ള ഒരു പ്രൊവിഷനും ഉണ്ട്. ഇതിനകത്ത് ഫംഗ്ഷൻ എന്ന് വെച്ചാൽ നമ്മൾ ഒരു പോർഷനിലൂടെ നമുക്ക് കാണാൻ പറ്റും, ഇൻലെറ്റ് പോർട്ടിലൂടെ വാട്ടറിനകത്തേക്ക് സപ്ലൈ ചെയ്യുന്നു, ഇതിനകത്തൂടെ വാട്ടർ സപ്ലൈ ചെയ്ത് ഔട്ട്ലെറ്റിലൂടെ പുറത്തു പോകുന്നു, അതായത് ഹീറ്റിനെ അത് റിലീസ് ചെയ്യുന്നു. ഈ ഒരു സമയത്ത് നമ്മുടെ എൻജിൻ റൊട്ടേറ്റ് ചെയ്യുന്നു, അതനുസരിച്ച് നമ്മുടെ സ്റ്റേറ്ററും ഫങ്ഷൻ ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു ഫങ്ഷനെ നമ്മുടെ ടോർക്ക് മീറ്റർ വെച്ചിട്ടാണ് നമ്മൾ മെഷർ ചെയ്യുക. ആ ഒരു ഫ്രിക്ഷനെ നമ്മൾ ടോർക്ക് മീറ്റർ വെച്ച് നമ്മൾ മെഷർ ചെയ്യുന്നു, അതിൽ ആ ഒരു റെസിസ്റ്റൻസിനെ, ആ ഒരു ഹീറ്റ് അപ്പോൾ ഉണ്ടാകുന്ന ആ ഹീറ്റ് ജനറേഷൻ നമ്മൾ വാട്ടർ സപ്ലൈ വഴി റിമൂവ് ചെയ്യുന്നു. ഇതാണ് കോമൺ ഹൈഡ്രോളിക് ഡൈനാമോമീറ്റർ. എല്ലാവർക്കും ഹൈഡ്രോളിക് ഡൈനാമോമീറ്ററും അതുപോലെ തന്നെ പ്രോണി ആൻഡ് റോപ്പ് ടൈപ്പ് ഡൈനാമോമീറ്ററും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതാണ് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോർക്ക് അല്ലെങ്കിൽ പവർ മെഷറിംഗ് എക്യുപ്മെൻറ്റ്. എല്ലാവരും ഇതിനുവേണ്ടി ഒരു നോട്ട് പ്രിപ്പയർ ചെയ്യുക. അതിനുവേണ്ടി നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്യാവുന്നതാണ്. താങ്ക് യു.